ചുങ്കത്തിയ നടി മിനു മുനീർ അവരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇത്രയേ ഉള്ളൂ. അതായത് ബാലേന്ദ്ര മേനോനെതിരെ കേസാണ്. അന്ന് ജയസൂര്യയൊക്കെ പറഞ്ഞിരുന്നു തിരിച്ച് കേസ് കൊടുക്കും. നിവിൻ പോളി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇതൊന്നും കണ്ടില്ല. പക്ഷെ ബാലേന്ദ്ര മേനോൻ്റെ കേസ് കൊടുക്കലും അതിനുള്ള അറസ്റ്റാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന രീതിയിലുള്ള കുറ്റമാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ കിട്ടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയിലെ ആണായിട്ടുള്ള എല്ലാവർക്കെതിരെ പരാതി കൊടുത്തൊരു വ്യക്തിയാണ് അവർ. എല്ലാവരെയും കുറിച്ചിട്ട്. കാരണം കുറച്ച് ഹൈപ്പ് കിട്ടുന്നുണ്ട്, നാട്ടുകാരെ മുഴുവൻ ഇതിലേക്ക് എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ സ്റ്റോറി കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരെ കുറിച്ചും, അതായത് ആരെക്കുറിച്ചാണോ ക്യാപ്പ് കിട്ടിയത് അവരെ കുറിച്ചൊക്കെ ഇപ്പോൾ ഇന്നപ്പോൾ മറ്റാൾ എന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങോട്ട് തന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ അവർക്കൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി. കാരണം ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം ഒരു എന്നെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിഷയം എന്ന് പറയുന്നവർക്കൊക്കെ ഭയങ്കര മൈലേജ് ആയിരുന്നു, ഭയങ്കരമായിട്ട് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. ചാനലുകളിലടക്കം, അതായത് പ്രമുഖ ചാനലുകളിലടക്കം വിളിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എല്ലാവർക്കും കിട്ടാവുന്നത്ര എതിരെ ആരോപണങ്ങൾ ഉയർത്തി എല്ലാ ചാനലിലും എല്ലാ ഓൺലൈൻ മീഡിയയിലും വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ ആളാണ് അവർ. അപ്പം അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതിൽ നമുക്കും ഒരു റോളുണ്ട്. കാരണം നമ്മൾ കേൾക്കാൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങളൊക്കെ ഒരുപാട് ഉന്നയിക്കാൻ കഴിയുന്നത്.